കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ. ദീപക് മലയമ്മ, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി ചിങ്ങമാണ്. ഒരു പുതുവർഷാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഈ ആശുപത്രിയിൽ നിന്നിപ്പോൾ സേവനമൊക്കെ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. OP പൂർണ്ണമായിട്ടും ഇന്ന് മുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതറിയാതെ എത്തുന്ന രോഗികൾ ആരെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടോ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി ചിങ്ങം. പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ OP ടിക്കറ്റ് എടുക്കുന്ന ഈ മേഖലയിലാണ്. ഇവിടെ നമുക്ക് കൃത്യമായി തന്നെ ആളുകളെ കാണാൻ സാധിക്കും. ഇവർക്ക് പുറമെ ഈ അകത്തേക്ക് നേരത്തെ തന്നെ ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഇത് കൂടെ വന്ന ആളുകളെയാണ് പുറത്തിരുത്തിയിരിക്കുന്നത്. ഈ ഒരു OP ചീട്ട് കൊടുക്കുന്ന ഈ ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ സെക്യൂരിറ്റി പതിവ് പോലെ ആളുകളെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് കൂടുതൽ ആളുകൾ വരിയിലേക്ക്, അതായത് ക്യൂയിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. 8 മണിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ OP സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ചീട്ട് കൊടുത്തു തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് അത്തരത്തിൽ ചീട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ KGMOയെ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഒരു സമരം എന്നുള്ള രീതിയിൽ അതിനോട് സഹകരിക്കണമെന്നുള്ളതാണ്. ചേട്ടാ, ചീട്ട് കൊടുത്തു തുടങ്ങിയോ? ഓക്കെ. അപ്പം OP ചീട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ നിൽക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഈ സമരമൊക്കെ ഉണ്ട് എന്നുള്ളത്, ഇന്ന് ഡോക്ടർമാരുടെ സമരം ഉണ്ടെന്ന് അറിയുമോ? അറിയില്ല. അപ്പം സേവനം ഇന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്യാവശ്യ സേവനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. കുറവായിരിക്കും. നിങ്ങൾ നേരത്തെ ഡേറ്റ് കിട്ടിയിട്ട് വന്നതാണോ? അല്ലല്ല, കാണിക്കാൻ വേണ്ടി. ഏത് വിഭാഗത്തിലേക്കാണ്? സൈക്യാട്രിസ്റ്റ് വിഭാഗം. ചേച്ചി, സ്കിന്നിൻ്റെ. അരുൺ, ഇതാണൊരു പ്രശ്നം. അതായത് ഈ മനുഷ്യരൊക്കെ അവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നില്ല ഇന്ന് സമരം ഉണ്ട് എന്നുള്ളത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ OP സേവനം പൂർണ്ണമായും ഇന്ന് ലഭിക്കുന്ന അവസ്ഥയുണ്ടാകില്ല എന്നുള്ളതാണ്. ഈ നിൽക്കുന്ന ആളുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ ക്യൂ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇന്ന് അല്പം കുറവുണ്ട് എന്ന് പറയാൻ സാധിക്കും. കാരണം 8 മണി സമയത്തേക്കൊക്കെ ഇന്ന് OP ഡോക്ടർമാരൊക്കെ സമരത്തിലാണെന്നുള്ള അറിയുമോ? അറിയില്ലായിരുന്നല്ലേ? എവിടുന്നാണ് വരുന്നത്? രാമനാട്ടുകര. വലിയ അധികം ദൂരെയല്ല. ഇല്ല. ഏത് വിഭാഗത്തിലാണ് കാണിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച 65 OP-ലാണ് കാണിക്കേണ്ടത്. നേരത്തെ വന്ന് കാണിച്ചിട്ട് പോയതാണ്? കഴിഞ്ഞ ശനിയാഴ്ച അഡ്മിറ്റ് കഴിഞ്ഞ് പോയതാണ്. ശരി. അപ്പോൾ ഇന്ന് ഡേറ്റ് തന്നതാണ്. ഇതാണ് കുഴപ്പം. അതായത് ഇന്ന് ഡേറ്റ് കിട്ടിയ ആളുകളൊക്കെ ഉണ്ട്. ഇന്ന് അറിയായിരുന്നോ സമരം ഉണ്ടെന്ന് അറിയായിരുന്നു. പക്ഷേ ഇത് ഇവിടെ ഉറപ്പായിട്ടും എന്താ അറിയില്ല. ഞങ്ങൾ OP ചീട്ട് കൊടുക്കുന്നുണ്ടല്ലേ? പക്ഷേ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രശ്നം. അതെയോ? ഉണ്ടാവില്ലേ? അതായത് അവരെ സംബന്ധിച്ച് ആർജിക്കർ ആശുപത്രിയിലൊരു PG ഡോക്ടർ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു വാർത്തയെ കണ്ടു കാണുമല്ലോ. അത് വാർത്തയെ കണ്ടിട്ടായിരുന്നു TV-യിൽ. പക്ഷേ ഇവിടെ ചിലർ പറഞ്ഞുണ്ടാവും എന്നുള്ളതിൽ അതിൽ വന്നതാണ് ഞങ്ങൾ. ഡോക്ടർ ഉണ്ടാവില്ല. ഡോക്ടർ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അതെയോ? അത് ശരി. ഇനിയിപ്പം ഇന്നിപ്പോൾ ഡേറ്റ് കിട്ടിയോ? അമ്മേനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ അമ്പലമുക്കുന്നാണ്. ഓക്കെ. അരുൺ എൻ്റെ നാട്ടുകാരും കൂടി ആട്ടോ. അത് ഞാൻ അവർ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് മാത്രം. എന്തായാലും അങ്ങനെ ഒരു പരിമിതി കൂടി ഇന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഒപ്പം തന്നെ ഇവിടെ ആളുകൾ നിരവധിയായി അവരുടെ കൂടെ വന്നവരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ കാഷ്വാലിറ്റി സർവീസൊക്കെ തന്നെ സജീവമായി നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പക്ഷേ ആളുകൾ അധികം എത്തിയിട്ടില്ല. ജനറൽ ആശുപത്രിയിലും ആളുകൾ എത്തിയിട്ടില്ല. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ ക്യൂ ആണ് രോഗികളുടെ കാണുന്നത്. അവിടെ ഇന്നിപ്പോൾ സേവനമില്ല എന്നത് വിവരം അറിയിക്കാൻ ആരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഞാൻ രാവിലെ ഇവിടെയുള്ള നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ അടുത്ത് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഞങ്ങൾക്കും അറിയില്ല, ഇന്നിപ്പോൾ OP ചീട്ട് എന്തായാലും കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടേക്ക് പോലീസിൻ്റെ സേവനവും കൂടി എത്തിയിട്ടുണ്ട്. പോലീസിനെ വിന്യസിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് അത്തരത്തിൽ അമർഷമൊക്കെ ഉണ്ടായാൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ നിലയ്ക്കായിരിക്കണം ഒരു പക്ഷേ പോലീസ് സേവനവും കൂടി ഒരു ഘട്ടത്തിൽ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ഉമേഷ് തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, ഏതാണ്ട് 3000-4000 ആളുകൾ ഒരു ദിനം എത്തുന്ന OP കേന്ദ്രവും കൂടി ഉള്ള ഇടമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. സമാനമായ രീതിയിൽ കോഴിക്കോടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വയനാട്, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വിവിധ സേവനങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളുണ്ട്. അവർക്ക് ആയിരിക്കും ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറുക. ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ച് അത്ര കണ്ട് പ്രതിസന്ധി ഉണ്ടാവില്ല. അവർക്ക് തൊട്ടടുത്തൊരു ദിവസം വീണ്ടും വരാനുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് ദൂരത്ത് നിന്ന് എത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ഇന്നിപ്പോൾ ഈ സമരം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ KGMOയൊക്കെ പറയുന്നൊരു കാര്യം, വയനാടിനെ ഈ കാര്യത്തിൽ നിന്ന് പൂർണ്ണ
പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വയനാട്ടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അവിടെ ഇന്ന് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് ജനറൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. മറിച്ച് പ്രായമേറിയ മനുഷ്യരൊക്കെ ഒ പിയിൽ കാണിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ചില മുത്തശ്ശന്മാരും ചില മുത്തശ്ശിമാരും ഒക്കെ ഉണ്ട്. അവർ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വരുന്നവരായിരിക്കും. പക്ഷേ അവർ ആരും, നമ്മളൊക്കെ ഇന്നലെ തുടർച്ചയായിട്ട് സംപ്രേഷണം ചെയ്തിരുന്നു, നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു ഇന്ന് ആശുപത്രി സേവനം തടസ്സപ്പെടുമെന്ന്. ചിലരെങ്കിലും വാർത്ത കണ്ടെങ്കിലും ചിലപ്പോൾ സേവനം കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ച് വന്നവരായിരിക്കും അല്ലേ? ഞാൻ എവിടുന്നാ വരുന്നേ? മാവൂരിന്നാണ്. ഇന്ന് സമരം ഉള്ളത് അറിയോ? അറിയില്ലായിരുന്നല്ലേ? ഡോക്ടർമാരുടെ സമരം പറഞ്ഞിട്ടുണ്ട്. അതെ. ഏത് വിഭാഗത്തിൽ കാണിക്കാനാ? എവിടെ കാണിക്കാനാ? ആണല്ലേ? ചേട്ടൻ അറിയായിരുന്നോ ഇന്ന് സമരം? അറിയായിരുന്നോ ഇന്ന് സമരം? ഇല്ല. പലർക്കും അറിയാത്ത ഏതാണ്? അറിഞ്ഞില്ലല്ലോ. അതായത് കൊൽക്കത്തയിലൊരു PG ഡോക്ടർക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമരം പേപ്പറിൽ കണ്ടില്ലല്ലോ. ഉണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ? അരുൺ, അതാണ്, അതായത് ചില ആളുകൾക്കെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ പോയ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പേപ്പറിൽ കണ്ടില്ലല്ലോ എന്നുള്ളതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അത് പതിഞ്ഞില്ലായിരിക്കാം. എന്തായാലും ഇങ്ങനെ വന്ന ആളുകളാണ്, നിരവധിയായ ആളുകളുണ്ട്. അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇന്ന് നമ്മൾ സ്വാഭാവികമായും കാണേണ്ടി വരും. അത് എങ്ങനെ പരിഹരിക്കപ്പെടും? അതായത് ഇന്നിപ്പോൾ ഒരു ദിവസം ഇത്രയും ആളുകൾ മുടങ്ങുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിലേക്ക് ആ ഒ പിയുടെ ഒരു തിരക്ക് കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഡോക്ടേഴ്സ് തന്നെ ഒരു ക്രമീകരണം. സമരം നടക്കുമ്പോൾ ഇത്തരം രോഗികൾ ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ സേവനം ഇല്ലെങ്കിൽ ഈ ഒ പി ചീട്ട് കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അല്ലേ? ഇല്ല, പക്ഷേ അവരെ സംബന്ധിച്ച് ആ ചീട്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത്. കാരണം ഇത്രയും ആളുകൾ വന്ന് നിൽക്കുമ്പോൾ സമരം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർക്ക് ഒപ്പിച്ചിട്ട് കൊടുക്കുക എന്നുള്ള നടപടിക്രമം മാത്രമാണ് ആ ഒരു ഓഫീസിനകത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ളത്. അതിലിനിയിപ്പോൾ ഡോക്ടർമാർ വരുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് അവർക്കും അറിയിപ്പില്ല എന്നുള്ളതാണ് അവർ നൽകുന്ന മറുപടി. നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, KGMA ഒക്കെ നേരത്തെ തന്നെ റിലീസായി തന്നെ ആ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇന്ന് സേവനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം എനിക്കൊന്നും ഒരു ബോർഡെങ്കിലും അവിടെ ഈ സമരം ചെയ്യുന്ന സംഘടനകൾ ഒരു ബോർഡ് ഉയർത്തിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ദീപക്, അങ്ങനെ ഉയർത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം അതൊരു സർക്കാർ സ്ഥാപനമായതുകൊണ്ട് ഇന്നിവിടെ സേവനം ഉണ്ടാവില്ല എന്ന് എഴുതി വയ്ക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും അവിടെ ഈ ആളുകൾ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് തിരിച്ചു പോവേണ്ട ആൾക്കാരുണ്ട്. അവർക്ക് അസുഖമൊക്കെ ഉള്ള മനുഷ്യരായിരിക്കും. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള